പറിക്കരുതേ നാം എനിക്കു പറിക്കരുത് എന്ത് പേ മഴയത്തിങ്ങനെ പാടിയതിക്കാൻ സുഖമാണ് മലരായ മലരൊക്കെ മലരാണ്. നമ്മളെല്ലാവരും വിവിധ നിറാണല്ലേ. പക്ഷെ നമുക്ക് നമ്മുടെ സ്വയം നേരിട്ട് കണ്ണാടി പോയി നോക്കാൻ നമ്മൾ സ്വയം നമ്മുടെ നിറവും മണവും വേറെയാണെങ്കിലും മലരായ മലരൊക്കെ മലരാണ്. ഒരിക്കലും മാറില്ല. പക്ഷെ അതിന് വിവിധ തരം പേരാണ് അല്ലേ. അങ്ങനെ നിരതരം പേര്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഒഴുകുന്ന നാടുകൾ വേറെയാണെങ്കിലും പുഴയായ പുഴയൊക്കെ പുഴയാണ്. നമ്മുടെ കുറെ കുട്ടികളുള്ളതുകൊണ്ട് ആദ്യം പെൺകുട്ടികളെ ഞാൻ പാടുമ്പോഴേക്ക് പറഞ്ഞേ നാരങ്ങപ്പാല് കൂട്ടക്കരണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരും കുട്ടിക്കുറുമ്പിയെ കൂട്ടിലടച്ച് ഓടി വരുന്നൊരു നാരങ്ങപ്പാല് കുട്ടിക്കുറുമ്പിയെ കൂട്ടിലടച്ച്
നവോരെ പാടുന്നേ ശ്രീമുള്ളോർ കുടം കൊണ്ടേ ഓമനാവും നീടെ നവോരെ പാടുന്നേ മുറ്റത്തോറും നീടെ വെച്ചാടി കാണാനും കാലച്ചേരോപ്പത്തിൽ കാണാൻ ചോദിച്ചമ്മ ശ്രീമഹാദേവന്റെ വിദ്യാർത്ഥി നമസ്കാരം. ഞാൻ തെരേസ, മലയാളം മിഷൻ പള്ളിക്കേട്ടിലെ കനിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. കർണാടകയിൽ ജീവിക്കുമ്പോഴും എന്റെ മാതൃഭാഷ പഠിക്കാൻ അവസരം കിട്ടിയതിന് എനിക്ക് സന്തോഷമുണ്ട്. ദശവത്സര ആഘോഷത്തിന് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എത്തുന്നു. നന്ദി, നമസ്കാരം. വിനീതമായ നമസ്കാരം. 10ാം വാർഷികം ആഘോഷിക്കുന്ന കൈകാവാള മിഷന് എന്റെ മംഗളാശംസകൾ. അമ്മയെ പോലെ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്റെ മാതൃഭാഷ മലയാളം. നാട്ടിൽ നിന്നും ഇത്ര ദൂരെയാണെങ്കിലും മലയാളം പഠിക്കാൻ കഴിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പഠിത്തത്തോടൊപ്പം മലയാള മിഷൻ നടത്തുന്ന ആഘോഷങ്ങളും ക്യാമ്പുകളും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആരംഭിച്ച കൈകാമാടക മിഷന്റെ ദശവത്സരാഘോഷത്തിന്റെ ആശംസകൾ അറിയിക്കാൻ കഴിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. കാണുന്ന വാദ്യരൂപമുണ്ടത്, ഇതിന്റെ പേരാണ് മിഴാവ്. നമ്മുടെ ചെണ്ട, മദ്ദളം, ഇടയ്ക്ക അങ്ങനെ കുറെ കേട്ടിട്ടില്ലേ? പഞ്ചവാദ്യം, ചെണ്ടമേളം, പഞ്ചാരിമേളം ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ഈ വാദ്യരൂപമാണ് മിഴാവ്. ഇതിന് മിഴാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മിഴാവിൽ ഭഗവതി എന്നുള്ള സങ്കല്പമുണ്ട്. മൃദംഗശൈലീശ്വരി ക്ഷേത്രം ഇഷ്ടമായോ? കേട്ടില്ലേ? അപ്പൊ പ്രിയപ്പെട്ട ജിഷ്ണു എന്ന് പറയുന്ന കലാകാരനാണ് ഇന്ന് മിഴാവ് വാദകനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ആമുഖമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പൊ പേര് ദോഷം ഉഷാറാവട്ടെ. അവിടെ തുടങ്ങിയിട്ടു. ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ളത് ചാക്യാർപ്പ് ഏകദേശം 25 ചാക്യാർപ്പതിന്റെ അവതരണം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇതിന്റെ പേരാണ് ഫെണിസൂത്രം എന്നാണ്. അതായത് അരിപ്പൊടി ചൊമ്പതുണി കെട്ടി അരിപ്പൊടി കൺമഷി എന്നിവ കൊണ്ട് അണിഞ്ഞുകൂടി മാറ്റി വെച്ചു തട്ടുടുക്കുക എന്നാണ് പറയുക. മുണ്ടെടുത്ത് തട്ടുടുത്തു, അത് കഴിഞ്ഞ് മാറ്റി വെച്ചു, അത് കഴിഞ്ഞ് ഫെണിസൂത്രം കെട്ടി വേഷ്ടി മുണ്ടിൽ പൊയ്യുന്ന ആദ്യത്തെ കഷ്ണമാണ് ഈ കാണുന്നത്. അത് കെട്ടി കേട്ടോ. ഇഷ്ടമുള്ളതൊക്കെ കാണുമ്പോ സംശയങ്ങളൊക്കെ കഴിഞ്ഞ് ചോദിക്കണം കേട്ടോ. എനിക്ക് അറിയാം. കടകം കെട്ടിട്ടോ. പണ്ട് സ്മാർട്ട് വാച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ആയിരുന്നു തോന്നുന്നു അല്ലേ? ചിലപ്പോ ആയിരിക്കില്ലേ? അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതൊക്കെ രാജാവിന്റെ വേഷവിധാനങ്ങൾ പോലെ ഇതൊക്കെ ഒരു കലാരൂപമല്ലേ?
തെയ്യമൊക്കെ കണ്ടിട്ടില്ലേ, കഥകളി കണ്ടിട്ടില്ലേ, ഓട്ടത്തുള്ളി കണ്ടിട്ടില്ലേ, പടയണി കണ്ടിട്ടില്ലേ? അല്ലേ? ഓരോ നാട്ടിലും ഓരോരോ കലാരൂപങ്ങളുണ്ട് കേട്ടോ. കുടുംബം എന്നാണ് പേര് കേട്ടോ. കുടി എന്നാണ് പറയാ. കുടുംബം വെക്കുന്നുണ്ട്. കുടി കണ്ടിട്ടില്ലേ? എവിടെ കുടി ഉണ്ടാവുക? തലയിലാണ് മുടി. എല്ലാവരുടെയും തലയിൽ മുടി കിട്ടോ? ആ, അതുപോലെ തന്നെ ചാക്യാരിയുടെ മുടിയാണ് കുടുംബ. എന്താ പേര്? കുടുംബ. കുടുംബ. ആ, ഇതിന്റെ പേരാണ് വാർഷികം. വാർഷികം എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലായോ? ഇതൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത്? ഇതൊക്കെ എന്തുകൊണ്ട് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാ കേട്ടോ. ഇതൊക്കെ സ്വർണ്ണമാണോ? അല്ലേ? ഇത്രയും വിലപ്പെട്ട ഒരു സ്വർണം നിങ്ങളുടെ മുന്നിൽ കാണിച്ചൊരു സ്വർണ്ണമല്ല. ആ, ഇത് യഥാർത്ഥ സ്വർണ്ണമൊന്നും അല്ല കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഈ പാവ ചേട്ടയിൽ എത്രയാ സ്വർണം എന്ന് തോന്നുന്നില്ലേ? കയ്യില് സ്വർണം, കാലില് സ്വർണം, അരിയില് സ്വർണം, അല്ലേ? സ്വർണത്തിനൊക്കെ ഭയങ്കര വില കേട്ടോ. പ്രിയപ്പെട്ടവരൊക്കെ നമ്മള് ചാക്യാർകൂത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെയൊക്കെ തന്നെ സമകാലിക വിഷയങ്ങൾ ഓർത്തെടുക്കി ആക്ഷേപഹാസ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിന്തിപ്പിച്ചും കൊണ്ട് അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത്. ഇന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത്. ചാക്യാർകൂത്തിന്റെ ഉത്ഭവം പറയുമ്പോഴും കണ്ണൂരുകാരെ സംബന്ധിച്ച്, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണൂരുകാരെന്ന് പറയുമ്പോൾ മറ്റുള്ള ജില്ലക്കാർക്ക് അലോഗ്യം തോന്നരുത് കേട്ടോ. ഇതിന്റെയൊക്കെ മൂലസ്ഥാനം കണ്ണൂരായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഞാനൊരു പാലക്കാട്ടുകാരനാണ്, ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. അപ്പൊ തളിപ്പറമ്പ് രാജവംശത്തിന്റെ കീഴില് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കൂത്തുണ്ടായിരുന്ന അമ്പലമാണ്. പോലെ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ചാക്യാരാണ്. അതുപോലെ തന്നെ നാട്ടിലുള്ള കാര്യങ്ങളെ ഹാസ്യരൂപേണ, ഇപ്പൊ നമ്മള് കോമഡി ഷോയിലൊക്കെ കാണുന്നതൊക്കെ അപ്പം വലിയ പലതരത്തിലുള്ള ധർമ്മങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു കലാരൂപമാണ് ചാക്യാർകൂത്ത്. ആ ചാക്യാർകൂത്ത് എന്ന കലാരൂപത്തിലേക്ക് ഇനി പ്രവേശിക്കുകയാണ്. ഇനി നടക്കാൻ പോകും വിഴാവച്ചപ്പെടുത്തുക എന്ന് പറയും. സാമാജികന്മാരെ കൂത്ത് തുടങ്ങാറായി എന്ന് പറയും. ഇപ്പൊ ബ്രഹ്മാവിഷ്ണു മഹേശ്വര പ്രേതാഗ്നി ജ്വലിച്ചു കഴിഞ്ഞു. ഈ ഇത്തരത്തിലുള്ള പ്രേതാഗ്നി നമ്മുടെ യാഗങ്ങൾക്ക് മാത്രമാണ് ജ്വലിപ്പിക്കാറ്. കഥകളിക്കോ മറ്റു കലാരൂപങ്ങളിലൊന്നും ഇങ്ങനെ തിരിയിടാറില്ല. ഇതൊരു യജ്ഞ തുല്യമായിട്ടാണ് ഈ കലാരൂപത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കൊട്ടിയൂരൊക്കെ നടക്കുന്നത്. സന്താന ലബ്ധിക്ക് വരെ വഴിപാടുകൾ സമർപ്പിച്ചിട്ടാണ് കൊട്ടിയൂർ അമ്പലത്തില് കൂത്ത് നടത്തുന്നത്. മത്തവിലാസ കൂത്ത്, ഇപ്പൊ വടക്കുന്നാഥൻ അമ്പലത്തില് കൂത്ത് നടക്കുന്നത്. ഇതൊക്കെ വലിയൊരു ഐതിഹ്യം. ഇതിനെ കുട്ടിപ്രകാരി സ്ഥിതിക്ക് കുടുംബ ഈശ്വരത്തിന് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആശയം മൊത്തം കൂടി എന്താ പറയുക, നമ്മളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് എന്നാൽ തന്നെ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലെ സമ്പ്രദങ്ങളായി ചമയുമെന്നോ മാത്രമല്ലോ ആകുന്നത് അയേതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി അവസാന വിരസങ്ങളായി
അങ്ങനെ കുട്ടികൾ വന്ന ആരെങ്കിലും കാണാൻ വേണ്ടി പുറപ്പെടുമോ? കാണാൻ ഇപ്പൊ കുട്ടികളെയും വെറുതെ വിടാത്ത കാലഘട്ടം ആയി തുടങ്ങിയിരുന്നു. അവര് ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം. ചെറിയ പ്രായങ്ങളിൽ തന്നെ വിദ്വാനൊക്കെ നോക്കൂ. ഒരു മഹാഘോഷത്തെ കുറിച്ചാ. അതേതാ സന്ദർഭം എന്നാണെങ്കിൽ പാഞ്ചാലൻ പാഞ്ചാല രാജധാനിയില് മുഴുവൻ അധിപനായി തീർന്നിരിക്കുന്ന പാഞ്ചാല മഹാരാജാവിന് ഒരു പുത്രി. രാജധാനിയിലേക്ക് പുറപ്പെട്ട സന്ദർഭത്തിങ്കൽ പാഞ്ചാല രാജധാനിയിലെ അവസ്ഥയാകട്ടെ. കളകളോ ഗംഭീര കുംഭീശ്വര